എല്ലാവർക്കും ബഹിരാകാശ പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വിവിധ ഇനം ജന്തുക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അപ്പോളോ 17 മിഷനിലെ 3 ആസ്ട്രോനോട്ട്സിൻ്റെ ഒപ്പം ചന്ദ്രനെ അവസാനമായി ഭ്രമണം ചെയ്ത ജീവജാലങ്ങൾ ഏതാണ് എന്നതാണ് ചോദ്യം. നാസ അവയ്ക്ക് പേര് നൽകിയത് A3326, A3400, A3305, A3356, A3352 എന്നിങ്ങനെയാണ്. എന്നാൽ അപ്പോളോ 17 ക്രൂ മെമ്പേഴ്സ് ഇവയ്ക്ക് വേറെ ചെല്ലപ്പേരുകൾ കൊടുത്തിട്ടുണ്ട്. റൊണാൾഡ് ഈവൻസ് എന്ന ആസ്ട്രോനോട്ടുമായി 2 ശൂന്യാകാശത്തെ റെക്കോർഡുകൾ ഇവയുടെ പേരിലുണ്ട്. ഒന്നാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമയം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്നതിൻ്റെ 147 മണിക്കൂറും 43 മിനിറ്റും. രണ്ടാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ ചന്ദ്രനെ വലം വെച്ചതും. ആരെക്കുറിച്ചാണ് അഥവാ ഏത് ജീവിയെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത്? ഉത്തരം 5 എലികളാണ്. അവയുടെ പേര് വളരെ രസകരമാണ്. ഫി, ഫി, ഫോ, ഫും, ഫുയി എന്നിങ്ങനെയാണ് ഈ 5 എലികൾക്ക് റൊണാൾഡ് ഈവൻസും കൂട്ടരും പേരിട്ടത്. അപ്പോളോ 17 മിഷനിലെ റൊണാൾഡ് ഈവൻസിൻ്റെ ഒപ്പം ഇവ ചന്ദ്രനെ ഭ്രമണം ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, ആദ്യമായിട്ട് ശൂന്യാകാശത്തേക്ക് എത്തിപ്പെട്ട ജീവി ഏത്? അവ അമേരിക്ക വിക്ഷേപിച്ച V2 റോക്കറ്റിൽ 20 ഫെബ്രുവരി 1947 വൈറ്റ് സാൻഡ് മിസൈൽ റേഞ്ച് ന്യൂ മെക്സിക്കോയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഏത് ജീവജാലത്തെക്കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്? ഉത്തരം ഫ്രൂട്ട് ഫ്ലൈസ്. ശൂന്യാകാശത്തുണ്ടാകുന്ന വിവിധ റേഡിയേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഫ്രൂട്ട് ഫ്ലൈസിനെ ആദ്യമായിട്ട് വിക്ഷേപിച്ചത്. മൂന്നാമത്തെ ചോദ്യം, വിക്ഷേപണത്തിന് മുമ്പ് ഇതിൻ്റെ പേര് C341 എന്നായിരുന്നു. എന്നാൽ വിക്ഷേപണത്തിന് ശേഷം ഒരു സൈലൻ്റ് ഫിലിമിലെ കഥാപാത്രത്തിൻ്റെ ഒരു കാർട്ടൂൺ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഇവയ്ക്ക് നൽകുകയായിരുന്നു. വിവിധ രാജ്യത്തിലെ പല പോസ്റ്റേജ് സ്റ്റാമ്പുകളിലും ഈ ജീവിയുടെ പടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്പേസ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഒരു സ്റ്റാച്യുവും ഉണ്ട്. ഏത് ജീവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്? ആ കാർട്ടൂണിൻ്റെ പടം നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് ഉപയോഗിക്കാം, ഏത് ജീവിയാണെന്ന് ഗസ് ചെയ്യാൻ വേണ്ടി. ഉത്തരം ആദ്യമായിട്ട് ശൂന്യാകാശത്തെത്തിയ പൂച്ച, ഫെലിസിറ്റെ എന്നാണ് അതിൻ്റെ പേര്. ഒക്ടോബർ 18, 1963 ഫ്രാൻസ് ആണ് ഫെലിസിറ്റയെ വിക്ഷേപിച്ചത്. ഫെലിസിറ്റയുടെ സ്കിന്നിൽ ഇലക്ട്രോഡ്സ് പിടിപ്പിച്ച് അവയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു. ഏകദേശം 160 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ച് ഫെലിസിറ്റെ സുരക്ഷിതമായി തിരിച്ചെത്തി. നാലാമത്തെ ചോദ്യം, ആദ്യമായിട്ട് ശൂന്യാകാശത്തെത്തിയ മാമൽ ഏതാണ്? ഫ്ലൈറ്റിൻ്റെ സമയത്ത് അവയെ അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തിയേക്കായിരുന്നു. അവയുടെ മുകളിൽ വിവിധ ഇനം സെൻസറുകൾ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ താപനിലയും മർദ്ദവും എല്ലാം അളന്നിരുന്നു. ഏതാണ് ഈ ജീവി? ഉത്തരം ആദ്യമായിട്ട് വിക്ഷേപിച്ച മാമൽ ശൂന്യാകാശത്തെത്തിയത് ആൽബർട്ട് 2 എന്ന് പറഞ്ഞ
റീസസ് മങ്കിയാണ്. ജൂൺ 4, 1949 എത്തിയത്. ഏകദേശം 134 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ചു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ പാരച്യൂട്ട് ഫെയിലായത് കാരണം അതിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ആൽബർട്ട് 2 മരണപ്പെടുകയാണ് ഉണ്ടായത്. ആൽബർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വിക്ഷേപിച്ച കുരങ്ങനും V2 റോക്കറ്റ് ഫെയിലായി അതിൻ്റെ ഉയരത്തിലെത്തുന്നതിന് മുമ്പേ മരിച്ചു. ഇതിനു ശേഷം വിക്ഷേപിച്ച 2 മങ്കികളായ ആൽബർട്ട് 3ഉം 4ഉം റോക്കറ്റ് ഫെയിലായത് കാരണം മരണപ്പെടുകയുണ്ടായി. 5-ാമത്തെ ചോദ്യം, ഇതിൻ്റെ ഒറിജിനൽ പേര് കുഡ്രിയാവ്ക എന്നായിരുന്നു. അതായത് ലിറ്റിൽ കേർലി, ചുരുണ്ട മുടി ഉള്ള എന്നർത്ഥമുള്ള കുഡ്രിയാവ്ക എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീട് ഇതിൻ്റെ പേര് ബാർക്കർ എന്ന അർത്ഥം വരുന്ന ഒരു പേര് ഇതിന് നൽകി. ഈ ജീവിയാണ് ആദ്യമായിട്ട് ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ലിവിങ് തിങ്. ആരെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്? ഏത് രാജ്യമാണ് ഈ ജീവിയെ വിക്ഷേപിച്ചത്? ഉത്തരം ഡോഗ് ലൈക്ക. ഡോഗ് ലൈക്കയാണ് ആദ്യമായിട്ട് ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവജാലം. സ്പുട്നിക് 2 എന്ന് പറഞ്ഞ വാഹനത്തിൽ നവംബർ 3, 1957 ലൈക്ക ഭ്രമണം ചെയ്തത്. ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലൈക്ക മരണപ്പെടുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യമാണ് ലൈക്കയെ ശൂന്യാകാശത്തേക്ക് വിക്ഷേപിച്ചത്. 6-ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് ശൂന്യാകാശത്തേക്ക് പട്ടികളെ വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ് 1951. അവ ഭൂമിയെ മുഴുവനായിട്ട് ഭ്രമണം ചെയ്തില്ല. ഒരു സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് വഴി 1951 ഓഗസ്റ്റ് 15. ഈ പട്ടികളെ പിന്നീട് പ്രശ്നമൊന്നും കൂടാതെ 110 കിലോമീറ്റർ ഉയരത്തിലെത്തിയ ശേഷം അവയെ നമ്മൾ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറക്കി. ഈ പട്ടികളുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ആദ്യമായിട്ട് ശൂന്യാകാശത്ത് എത്തിയ പട്ടികൾ. ഉത്തരം ഡെസിക്, സൈഗൻ എന്നാണ് ഇവയുടെ പേരുകൾ. ഇതിൽ ഡെസിക് എന്ന പട്ടി മരിച്ചതിന് ശേഷം സൈഗൻ എന്ന പട്ടിയെ സോവിയറ്റ് ഫിസിസിസ്റ്റായ അനാറ്റോളി ബ്ലാഗൻറാവോ ഏറ്റെടുക്കുകയുണ്ടായി. 7-ാമത്തെ ചോദ്യം, ഭൂമിയെ ഭ്രമണം ചെയ്ത ശേഷം സുരക്ഷിതമായി തിരിച്ചിറങ്ങിയ ആദ്യത്തെ ജീവി ഏതാണ്? ഗൂഗിള് ഒരു ഡൂഡിൽ ഈ ജീവികൾ 2 ജീവികളുണ്ട്. ഈ 2 ജീവികളുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു ഡൂഡിൽ ഇറക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് ഉപയോഗിക്കാം. ഉത്തരം ബെൽക്ക, സ്ട്രെൽക്ക എന്ന പട്ടികളാണ്. ബെൽക്ക എന്ന് പറഞ്ഞാൽ സ്ക്വിറൽ എന്നാണ് അർത്ഥം. സ്ട്രെൽക്ക എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ആരോ എന്നാണ് മീനിങ്. ഇവ സ്പുട്നിക് 5 1960 ഓഗസ്റ്റ് 19 പോയി സുരക്ഷിതമായി ഭൂമിയെ ഭ്രമണം ചെയ്ത് തിരിച്ച് ഇറങ്ങിയ ആദ്യത്തെ ജീവജാലമാണ്. 8-ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് സ്പേസ് വെഹിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ജീവി ഏതാണ്? അതൊരു ലിവറിനെ പുഷ് ചെയ്ത് സ്പേസ് വെഹിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. മനുഷ്യനല്ലാതെ ആദ്യമായിട്ട് ഇത് ചെയ്ത ജീവി ഏതാണ്? ക്ലൂ എന്ന് പറയുന്നത് ഈ ജീവിയുടെ പേര് ഈ മിഷന് വേണ്ടി ഈ ജീവിയെ സജ്ജമാക്കിയ ലാബോറട്ടറിയുടെ ചുരുക്ക പേരാണ്. ഉത്തരം ഹാം എന്ന് പറഞ്ഞ ചിമ്പൻസിയാണ്. ഹോളോമാൻ എയറോസ്പേസ് മെഡിക്കൽ സെൻറ്റർ എന്നതിൻ്റെ ചുരുക്ക രൂപമായ ഹാം എന്നാണ് ഈ ചിമ്പൻസിക്ക് കൊടുത്ത പേര്. പ്രോജക്റ്റ് മെർക്കുറി
ജനുവരി 31, 1961 MR2 എന്നാണ് ചിമ്പൻസിക്ക് കൊടുത്തിരുന്ന പേര്. ഈ മിഷൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഈ പേടകത്തിൻ്റെ മർദ്ദം നഷ്ടപ്പെടുകയും എന്നാൽ ചിമ്പൻസിക്ക് സ്പേസ് സ്യൂട്ട് ഉണ്ടായിരുന്നതിനാൽ ചിമ്പൻസിക്ക് യാതൊരു പ്രശ്നവും കൂടാതെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ സുരക്ഷിതമായി തിരിച്ചിറക്കാൻ സാധിച്ചു. 9ാമത്തെ ചോദ്യം, ശൂന്യാകാശത്തെത്തിയ ആദ്യത്തെ പൂച്ച. 1963 പൂച്ച ശൂന്യാകാശത്തെത്തിയത്. ഏത് രാജ്യമാണ് ഈ പൂച്ചയെ വിക്ഷേപിച്ചത്? ഉത്തരം ഫ്രാൻസ്. നമ്മൾ നേരത്തെ കണ്ടു, ഫെലിസിറ്റി എന്ന് പറഞ്ഞ പൂച്ചയാണ് ആദ്യമായിട്ട് ശൂന്യാകാശത്ത് എത്തിയത്.